ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് മട്ടൻ്റെ തല വെച്ചൊരു കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയത് ഒരു 2 സ്പൂൺ. പിന്നെ ചുവന്നുള്ളി കുറച്ചധികം വേണം കേട്ടോ, കാരണം ചുവന്നുള്ളി മാത്രമാണ് നമ്മൾ ഇതിലെടുക്കാൻ പോകുന്നത്. അതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡ് ബ്ലെൻഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊരു കിച്ചണിൽ വേണ്ട ഒരു സാധനമാണെന്ന് ഞാൻ പറയാം. കാരണം ഇത് വളരെ യൂസ്ഫുള്ളാട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ അരിയുമ്പോഴൊക്കെ നല്ല നൈസായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഉള്ളി മാത്രമല്ല കേട്ടോ, ക്യാരറ്റ് എല്ലാം, നമ്മൾ ബീട്രൂട്ട് ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളും എല്ലാം നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഉള്ളി നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കാതെ, അധികം വിലയൊന്നുമുള്ള സാധനമൊന്നും അല്ല കേട്ടോ. ഇത് എന്തായാലും നിങ്ങൾ വാങ്ങിച്ചു വെക്കണേ കിച്ചണിൽ. വളരെ യൂസ്ഫുള്ളാണ്. സവാള കരിയുമ്പോൾ നമുക്ക് കണ്ണെരിയാതെ നല്ല കൂളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. സവാള മാത്രമല്ല, തക്കാളിയും ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ എല്ലാം നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ തക്കാളി ഇപ്പം ഇതുപോലെ ഇതിൽ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് ഒരു ലെമൺ ജ്യൂസ് വേണം. ഇനി നമുക്ക് കുക്കർ നന്നായിട്ട് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3-4 സ്പൂൺ വെളിച്ചെണ്ണ വേണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചില്ലേ, അതൊന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഒരു ആട്ടിൻ തലയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലകളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് അങ്ങനെ ഇടാം. ഇതിലിപ്പോൾ ഞാൻ മസാലയിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മട്ടൻ തല നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്. എന്നിട്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ഈ കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുന്നത്. മല്ലിപ്പൊടി ഇപ്പം ഒരു ആട്ടിൻ തലയ്ക്ക് ശരിക്കും ഒരു 2-2.5 സ്പൂൺ മല്ലിപ്പൊടി വേണം. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ മസാലകൾ ശരിക്കും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ എടുക്കാം കേട്ടോ. കാരണം മുളക് പൊടി നല്ല റെഡ് കളറാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ മട്ടനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കാരണം കുറച്ച് ഗ്രേവി എന്തായാലും വേണം. കാരണം ഇതിൻ്റെ ഗ്രേവി നമ്മൾ വറ്റിച്ച് കളയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ഇതിൻ്റെ ഗ്രേവിയാണ് ഇതിൻ്റെ മെയിൻ അതിൻ്റെ ഗുണങ്ങളുള്ളത്. ശരിക്കും നമ്മൾ സാധാരണ മട്ടൻ തല സൂപ്പൊക്കെ ആക്കിയിട്ടാണല്ലോ കഴിക്കുന്നത്. നല്ല ഗുണങ്ങളുള്ളതാണല്ലോ ഇത്. നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ നമുക്ക് തരുമല്ലോ ഈ മട്ടൻ തലേൻ്റെ സൂപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കിയാലും നമ്മൾ കുറച്ച് ഗ്രേവി അധികം ഇടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് നമുക്കതിൻ്റെ ഗുണം ശരിക്കും കിട്ടുള്ളൂ. ഇനി നമുക്ക് ഹോളായിട്ടുള്ള പെപ്പർ കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ഞാൻ സിന്നമൺ സ്റ്റിക്ക് ചേർക്കുന്നുണ്ട്. അത് വെറുതെ ഇങ്ങനെ ഒരു 2-3 പീസാക്കിയിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ ലെമൺ ജ്യൂസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർക്കാം. ഇതിപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ സിമ്മിലിട്ടിട്ട് ഞാൻ വേവിച്ചതാണ്. ഇപ്പോൾ തുറന്നു നോക്കി കണ്ടില്ലേ, നമ്മൾ മട്ടൻ തലയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഫ്ലഷ് കുറവായിരിക്കും. മെയിനായിട്ട് കുറച്ച് എല്ലൊക്കെയാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. നമുക്ക് ഈ സെയിം മസാല നിങ്ങൾക്ക് മട്ടൻ കറിയിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ സെയിം പ്രൊസീജിയർ നമുക്ക് മട്ടൻ കറി ഉണ്ടാക്കുമ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.